നമ്മുടെ തലമുടിയിൽ എണ്ണ തേക്കണോ അല്ല എങ്കിൽ എണ്ണ തേക്കാൻ പാടുണ്ടോ, എണ്ണ തേച്ചാൽ അത് ഷാമ്പു ചെയ്യണോ, എല്ലാ ദിവസവും എണ്ണ തേക്കണോ, ആർക്കൊക്കെ എണ്ണ തേക്കാം, എണ്ണ തേച്ചാൽ മുടി വളരുമോ, എണ്ണ തേച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെ കുറേ സംശയങ്ങൾ കാണുമല്ലേ എല്ലാവർക്കും. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുള്ളത്, ചേച്ചി നമ്മൾ കുളിച്ചതിന് ശേഷം എണ്ണ അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമോ ഉണ്ടോ എന്നാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എണ്ണ തേക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണ് എണ്ണ തേച്ച് കുളിക്കുക എന്നതല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് അവരുടെ മുടിക്ക് നല്ല ആരോഗ്യമുള്ളതായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. ഇത് പറയുമ്പോഴും ഈ കാലത്ത് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് അധികം പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ എങ്ങനെയാണ് എണ്ണ ഇന്നത്തെ കാലഘട്ടത്തിൽ തേക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയേണ്ടി വരും. പണ്ടൊക്കെ ആണെങ്കിൽ എണ്ണ തേച്ച് കുളത്തിൽ പോയി താളിയൊക്കെ ഉപയോഗിച്ച് മുടി കഴുകുമായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ലേ. കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ നമുക്കറിയാം മുടിയൊക്കെ നല്ല രീതിയിൽ ഉലച്ചിട്ടൊക്കെ ആയിരിക്കും കഴുകുന്നത്. ഈ ഒരു രീതിയാണ് പഴയ ഒരു തലമുറയൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ കാച്ചിയ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ തലമുടിയിൽ നിന്നും പോവുകയും ചെയ്യും. മാത്രമല്ല ഒരുപാട് പൊടിയോ ഇന്നത്തെ പോലെ സ്ത്രീകളധികം പുറത്തു പോകുന്ന ഒരു രീതിയോ പണ്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവുമായിരുന്നല്ലേ. മുടി കൊഴിച്ചിലും നരയുമൊക്കെ വളരെ കുറവായിരുന്നു ആ സമയത്ത്. പണ്ടൊക്കെ നര വരുന്നത് ഒരു 55-60 വയസ്സ് മുകളിലായിരിക്കും. അതായത് വയസ്സായതിനു ശേഷം മാത്രമാണ് പണ്ടൊക്കെ നര വരുന്നത്. നമ്മുടെ ജീവിതശൈലി മുഴുവനും മാറിയിട്ടുണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും താരനും അതുപോലെ തന്നെ അകാല നരയും ഉണ്ടാകുന്നുമുണ്ട്. അകാല നര എന്ന് പറയുമ്പോൾ ഒരു 15-16 വയസ്സ് മുതൽ തന്നെ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും മുടി നരച്ചു തുടങ്ങുകയാണ് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, യാത്ര ചെയ്യുന്നവരോ അല്ല എങ്കിൽ എല്ലാ ദിവസവും പുറത്തു പോകുന്നവരോ ആണെങ്കിൽ തീർച്ചയായും എല്ലാ ദിവസവും എണ്ണ തേക്കാതിരിക്കുന്നതാണ് നമ്മുടെ മുടിയുടെയും സ്കാൽപ്പിൻ്റെയും ആരോഗ്യത്തിന് നല്ലത് കേട്ടോ. അതായത് ആഴ്ചയിൽ 1-2 ദിവസം അല്ല എങ്കിൽ ഒരു 3 ദിവസം മാത്രം ഇങ്ങനെയുള്ളവർ തലയിൽ എണ്ണ നല്ല രീതിയിൽ തേച്ചിട്ട് തല കഴുകിയാൽ മതി. തലയിൽ എണ്ണ തേക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, തലയോട്ടിയിലാണോ എണ്ണ തേക്കേണ്ടത് അതാ തലമുടിയിലോ ആണോ എന്ന്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം കേട്ടോ. തലയോട്ടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ തലയോട്ടി ചെറുതായിട്ടൊന്ന് ചുരണ്ടി നോക്കുമ്പോൾ പൊടി പോലെ വരുന്നത് കാണാം കേട്ടോ. അത് സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് എന്താ പറയുക, താരനെന്നാണ്. പക്ഷേ താരനല്ല, അത് നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നെ ചെറുതായിട്ട് ഇളകി വരുന്നതാണ് കേട്ടോ. അതായത് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ വിരൽ കൊണ്ട് ചുരണ്ടി നോക്കുമ്പോൾ പൊടി പോലെ അല്ല വരുന്നത്, മറിച്ച് ഒരു ചെറിയ കുഴമ്പ് രൂപത്തിലായിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ളവർ എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്ററായിട്ടുള്ള എണ്ണ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പലതരത്തിലുള്ള എണ്ണകളുണ്ടല്ലോ, വെളിച്ചെണ്ണ, ആവണക്കെണ്ണ, ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ഇങ്ങനെ പല രീതിയിലുള്ള എണ്ണകൾ നമ്മൾ തേക്കാറുണ്ട്. നമ്മുടെ കട്ടി കൂടിയ എണ്ണ എന്ന് പറയുന്നത് ആവണക്കെണ്ണ, ആൽമണ്ട് ഓയിലൊക്കെ കുറച്ച് കട്ടിയുള്ള ഒരു ഓയിലാണ് കേട്ടോ. അതായത് നമ്മുടെ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ആവണക്കെണ്ണയാണ് എടുക്കുന്നത് അതേ അളവിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ പല രീതിയിലുള്ള എണ്ണകൾ തേക്കുന്നവരുണ്ട്. ഇപ്പോൾ റോസ്മേരി ഓയിൽ വരെ അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ആൾക്കാരുണ്ടല്ലേ. ഇതിലേത് എണ്ണ നമ്മൾ എടുത്താലും അത് കുറച്ച് കയ്യിൽ നിന്ന് ഒഴിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കട്ടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓയിലായിട്ടുള്ള സ്കാൽപ്പുള്ളവർ, അതായത് കട്ടി കുറഞ്ഞ ഓയിൽ തേക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി അഥവാ ഡ്രൈ സ്കാൽപ്പാണെങ്കിലും കുറച്ച് കട്ടി കൂടിയ എണ്ണ ഉപയോഗിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഓവറായിട്ട് കട്ടിയാകാനും പാടില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്കാൽപ്പ് ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും എണ്ണ തേക്കുന്നത് നമ്മുടെ സ്കാൽപ്പിൽ തന്നെ ആയിരിക്കണം കേട്ടോ. എണ്ണ തേക്കുന്ന ദിവസം തന്നെ മുടി കഴുകി കളയാനും മറക്കരുത്. എല്ലാ ദിവസവും എണ്ണ തേക്കരുത് എന്ന് പറയുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നമ്മൾ കഴുകി കളഞ്ഞിരിക്കണം. അത് ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് അല്ല എങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള താളികൾ ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ്. അതെല്ലാവർക്കും അറിയുന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി താളി തന്നെയാണ് കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എണ്ണ തേക്കുന്നത് കൊണ്ടല്ല മുടി വളരുന്നത് കേട്ടോ. എണ്ണ തേക്കുമ്പോൾ കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. പണ്ട് കാലങ്ങളിൽ പലതരത്തിലുള്ള ഹെർബ്സൊക്കെ ഉപയോഗിച്ചിട്ട് എണ്ണ നമ്മൾ കാച്ചി തേക്കാറുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. ഈ ഹെർബ്സിൻ്റെ ഗുണത്തോടൊപ്പം തന്നെ നമുക്ക്
നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണയുടെ ഗുണം കൂടെ നമുക്ക് നമ്മുടെ മുടിയിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് എണ്ണയിൽ കാച്ചി പണ്ടുള്ളവരും നമ്മളെ ഹെർബ്സൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറി പ്രിസർവേറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ പല സാധനങ്ങളും സിറം രൂപത്തിലാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എണ്ണ തേക്കുന്നത് മുടിയുടെ മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ, അതായത് നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഓയിലുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ നല്ല രീതിയിൽ മുടി ചീകിയില്ല എങ്കിൽ മുടിയുടെ അറ്റം വരെ ഈ സിറം, അതായത് സെബം എത്തത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുടി പൊട്ടിപ്പോകാനും മുടിയിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകാനും മുടി ആയി പോകാനും മുടി എന്താ പറയുക കട്ടി കുറഞ്ഞു പോകാനും എല്ലാം വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഈ സിറം നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗത്തും എത്താതെ വരുമ്പോൾ നമ്മൾ പുറമെ, അതായത് ഏതെങ്കിലും ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ അമിതമായിട്ട് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. നമ്മുടെ സ്കാൽപ്പിനും മുടിക്കും എത്രയാണ് ആവശ്യം ആ അളവിൽ മാത്രം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഒരു കാരണവശാലും എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം കോമ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ചീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ ഊരിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ മുടി നല്ല രീതിയിൽ കോതി വൃത്തിയാക്കി ജടയെല്ലാം കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതുപോലെ തന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് മുടിയുടെ ജട കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ജട കളയാതെ പോയി കഴിഞ്ഞാൽ അതും നമ്മുടെ വെള്ളമൊക്കെ അതിൻ്റെ പുറത്തേക്ക് വീഴുമ്പോൾ കൂടുതൽ മുടി ജടയാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് മുടിയുടെ കെട്ടെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ മുടി ഊരി പോകാറുണ്ടെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. കാരണം ഒരു 4 ശീലങ്ങളാണ് കേട്ടോ. അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മുടെ മുഖത്തെ പോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിലും ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ മലയാളികൾ അതിലൊട്ടും പുറകിലും അല്ല. പലപ്പോഴും മുടി കൊഴിച്ചിലിൻ്റെ തീവ്രത അറിയുന്നത് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴാണല്ലേ. ബാത്റൂമിൽ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ഒരു കുട്ടയ്ക്ക് മുടി കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് കാരണമെന്ന് പറയുന്നത് കുളിക്കുമ്പോഴും കുളിച്ചതിന് ശേഷവും നമ്മൾ വരുത്തുന്ന കുറച്ച് തെറ്റുകളാണ്. ദിവസം മുഴുവൻ കെട്ടിവെച്ച് മുടി ചീകാതെ നേരിട്ട് വെള്ളം ഒഴിച്ച് കുളിക്കുന്ന നല്ല ശീലമല്ല കേട്ടോ. ഇത് മുടിയിലെ നേരത്തെയുള്ള ജട കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ. അതുവഴി മുടി പൊഴിയാനും കാരണമാകും. കുളിക്കും മുമ്പ് മുടി ചീകി ജട എല്ലാം നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഷവറിന് താഴെ നല്ല രീതിയിൽ, അതായത് ശക്തിയിൽ വെള്ളം തലയിലേക്ക് കുത്തി വീഴുമ്പോൾ മുടി വേരുകൾ ദുർബലപ്പെടും കേട്ടോ. അതുപോലെ തന്നെ മുടി വൃത്തിയാക്കാനായി അളവിൽ കൂടുതൽ ഷാമ്പൂസ് ഉപയോഗിക്കുന്നത് മുടിക്ക് ദോഷം വരുത്തും. അതുകൂടാതെ തന്നെ ഷാമ്പൂസ് ഉപയോഗിക്കുന്നതിനോടൊപ്പം കണ്ടീഷണർ കൂടി ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ മുടി കഴുകുമ്പോഴും തുടയ്ക്കുമ്പോഴും അധികം ബലം പ്രയോഗിക്കാതെ മുടി അമർത്തി തോർത്താതെ മുടി സോഫ്റ്റായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നനഞ്ഞ മുടി ഒരു കാരണവശാലും ചീകാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ചീകിയാലും മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എണ്ണ തേക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കഴുകി കളയാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതിനോടൊപ്പം ഓൾ എന്ന ഓപ്ഷനും